ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തു ത്വാഹ 115 മുതൽ 117 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കാനാണ്. വലഖദ് അഹിദ്നാ, ഇവിടെ ഖാഫിന് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. ഖാഫ് ഇസ്തിഅലാഇൻ്റേതാണെങ്കിൽ മറ്റുള്ളവ ഇസ്തിഫാലിൻ്റേതാണ്. വലഖദ് അഹിദ്നാ, 2 തവണ സാക്കിനത്തായ ദാൽ ആവർത്തിക്കുന്നു. വലഖദ് അഹിദ്നാ, ഈ 2 ദാലിനെയും സുക്കൂൻ നൽകപ്പെട്ട ഈ ദാലുകളെ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കേണ്ടതാണ്. വലഖദ് അഹിദ്നാ ഇലാ ആദം, ഇവിടെ അഹിദ്നാ അതുപോലെ ഇലാ, ഈ 2 ദീർഘങ്ങളും മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘങ്ങളാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ഈ അലിഫുകളെ ദീർഘിപ്പിക്കുക. ഇലാ ആദമ മിൻ ഖബ്ലു ഫനസി, ഇലാ ആദമ, എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേതാകയാൽ തർക്കീഖ് ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ മിൻ ഖബ്ലു എന്നതിൽ ഖാഫിന് തഫ്ഖീം ചെയ്യണം, സ്വരഭാരത്തോടെ തടിപ്പിച്ച് ഉച്ചരിക്കണം എന്നർത്ഥം. ഖാഫിൻ്റെ തൊട്ടു മുമ്പിലായി സാക്കിനത്തായ നൂൻ വന്നതിന് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുകയാണ്. മണിക്കലിലും തഫ്ഖീം വേണം, ഖാഫ് തഫ്ഖീമിൻ്റെ ഹർഫായതുകൊണ്ട്. മിൻ ഖബ്ലു, ഖബ്ലു, ഇതിൽ ബഅൻ്റെ സുക്കൂനിന് ഖൽഖല സുഗ്റ നൽകി ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിച്ചുച്ചരിക്കുക. മിൻ ഖബ്ലു മിൻ ഖബ്ലു ഫനസിയ വലം നജിദ് ലഹു അസ്മ, എല്ലാ ഹർഫുകളും ഇസ്തിഫാലിൻ്റേതാണ്, ഒന്നിനും തഫ്ഖീം വരുന്നില്ല. ഫനസിയ, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഫനസി എന്ന് യാഇനെ ദീർഘാക്ഷരമാക്കി മാറ്റി വഖഫ് ചെയ്യണം. ഫനസിയ വലം നജിദ്, വലം എന്നതിൽ സാക്കിനത്തായ മീമുണ്ട്, ഇൽഹാർ ഷഫവി നൽകി മീമിനെ മണിക്കാതെ വെളിവാക്കണം. നജീദ് ലഹു, ഇതിൽ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ലഹു എന്നതിലെ ഹ ഉദ്ദമീറിന് മദ്ദുസിലത്തി സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. വഖഫ് ചെയ്യുകയാണെങ്കിൽ ല എന്ന് ഹാഇന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യണം. വലം നജിദ് ലഹു അസ്മ, എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ, വഇദ് ഖുൽനാ, വഇദ് ദാൽ വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. ദാലിന് റഖാവയുള്ളതാണ്. വഇദ് എന്ന് പറയുമ്പോൾ ശബ്ദത്തിന് ചലനം ഉണ്ടാകും, അഥവാ ഒഴുക്ക്, ശബ്ദത്തിൻ്റെ ഒഴുക്കാണ് റഖാവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഇദ് ഖുൽനാ, ഖാഫിനെ തഫ്ഖീം ചെയ്യുക, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. വഇദ് ഖുൽനാ ലിൽ മലായിക, ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. അലിഫിനെ 4-5 ഹർക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കുക. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ, ഉസ്ജുദു, സീന് വ്യക്തമാക്കി ഉച്ചരിക്കണം. പലപ്പോഴും ആളുകൾക്ക് തെറ്റിപ്പോകുന്ന ഒരു സന്ദർഭമാണ് ജീമിൻ്റെ മുമ്പിൽ സാക്കിനത്തായ സീൻ വരുമ്പോൾ ഉസ്ജുദു എന്ന് സ പോലെ ഉച്ചരിക്കും, അത് സൂക്ഷിക്കേണ്ടതാണ്. ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം, ഉസ്ജുദൂ ലി ആദമ ഫസജദൂ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. വീണ്ടും ഇല്ലാ ഇബ്ലീസ്, അവിടെയും മദ് മുൻഫസിൽ ജായിസ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ആദ്യത്തെ വാവും രണ്ടാമത്തെ അലിഫും ദീർഘിപ്പിക്കേണ്ടതാണ്.
فسجدوا إلا إبليس أبى. ഇബ്ലീസ് ഈ പദത്തിലെ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. فقلنا يا آدم. فقلنا ഖാഫിന് നിസ്ബിയ തഫ്ഖീം കൊടുക്കണം, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. فقلنا يا ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. അലിഫിന് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. يا آدم إن هذا إن نون مشددة മണിക്കണം. إن هذا عدو لك. അദുവുൻ എന്നതിലെ തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി ഉച്ചരിക്കുക. ഇന്ന ഹാദാ അദുവുൻ ലക വലിസൗജിക്. വഖഫ് ചെയ്യുമ്പോൾ ഖാഫിൻ്റെ ഹംസും ഷിദ്ദത്തുമൊക്കെ നൽകേണ്ടതാണ്. ഹംസ് എന്ന അതിൻ്റെ സിഫത്ത്, ലക് എന്ന് ഉച്ചരിക്കുമ്പോഴുള്ള ആ കാറ്റിൻ്റെ ചലനമാണ് ഹംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദുവുൻ ലക് വലിസൗജിക് ഇവിടെയൊക്കെ ഹംസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന ഹാദാ അദുവുൻ ലക വലിസൗജിക ഫലാ യുഖ്രിജന്നകുമാ ഈ പദത്തിൽ നൂൻ മുഷദ്ദദ വീണ്ടും മിനൽ ജന്ന നൂൻ മുഷദ്ദദ ഷദ് നൽകപ്പെട്ട നൂൻ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഖാഇന് ഫലാ യുഖ്രിജന്നകും എന്ന് പറയുമ്പോൾ ഖാഇന് തഫ്ഖീമുണ്ട്. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതഷ്ഖാ ഇവിടെ ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം നൽകണം. ഖാഫ് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, അതിനെ ദീർഘിപ്പിക്കുകയാണ് അലിഫ് കൊണ്ട്. അപ്പോൾ അലിഫിലും തഫ്ഖീം ഉണ്ടായിരിക്കണം. ഫതഷ്ഖാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് അഹിദ്നാ ഇലാ ആദമ മിൻ قبل فنسي ولم نجد له عزما وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى